Good morning, students. Graphical method. It's today's topic, graphical method. We have already discussed the graphical method. Once more review. Graphical method can be used to solve linear programming problem if it involves two variables. Each constraint is represented by a line. If there are more than one constraints, many lines are to be drawn. It's the main steps of graphical method. First one, formulate the problem in terms of a series of mathematical constraints and an objective function. Second, each inequalities in the constraints may be written as an equality. Third, give an arbitrary value one variable and get the value of other variable by solving the equations. Fourth, plot these two sets of variables and connect these points by a straight line, drawing all equations as straight line. Then we will get a number of straight line. Last step, then identify the feasible region or solution space. Then first problem, a firm make two products A and B has a total production capacity of 25 tons per day. A and B require the same production capacity. The production of each ton of A requires 10 machine hours and 20 labor hours. Each ton of B requires 20 machine hours and 12 labor hours. The daily maximum possible machine hours is 480 and labor hours is 360. It is estimated that the profit per ton of A is rupees 100 and rupees 120 per ton of B. Determine the production schedule for maximum profit and calculate maximum daily profits. A firm makes two products. ഒരു ഫേം രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എ ആൻഡ് ബി. ഹാസ് എ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 25 ടൺ പെർ ഡേ. ഒരു കമ്പനി അല്ലെ ഒരു ഫേം രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്, എയും ബിയും. അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 25 ടൺ പെർ ഡേ ആണ്. ഒരു ദിവസം 25 ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ ആൻഡ് ബി റിക്വയർ ദ സെയിം പ്രൊഡക്ഷൻ കപ്പാസിറ്റി. എക്കും ബിക്കും സെയിം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടൺ എ റിക്വയർസ് 10 മെഷീൻ ഹവർ ആൻഡ് 20 ലേബർ ഹവേഴ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 മെഷീൻ ഹവറും അതുപോലെ 20 ലേബർ ഹവേഴ്സും വേണം ഒരു ദിവസം ഓരോ ടണ്ണിനും. ഈച്ച് ടൺ ഓഫ് ബി റിക്വയർസ് 20 മെഷീൻ ഹവേഴ്സ് ആൻഡ് 12 ലേബർ ഹവേഴ്സ്. ഓരോ ടണ്ണ് ബി പ്രൊഡ്യൂസ് ചെയ്യാനും 20 മെഷീൻ ഹവേഴ്സും 12 ലേബർ ഹവേഴ്സും വേണം. ദ ഡെയിലി മാക്സിമം പോസിബിൾ മെഷീൻ ഹവേഴ്സ് ഈസ് 480 ആൻഡ് ലേബർ ഹവേഴ്സ് ഈസ് 360. ഒരു ദിവസം ടോട്ടൽ അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ ആവുന്ന മെഷീൻ ഹവേഴ്സ് 480 ആണ്. അതുപോലെ തന്നെ മാക്സിമം പോസിബിൾ ആവുന്ന ലേബർ ഹവേഴ്സ് 360 ആണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് പ്രോഫിറ്റ് പെർ ടൺ ഓഫ് എ ഈസ് rupees 100 ആൻഡ് 120 പെർ ടൺ ഓഫ് ബി. എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എക്ക് ഒരു ടണ്ണിന് മുകളിൽ 100 രൂപയും ബിക്ക് ഒരു ടണ്ണിന് മുകളിൽ 120 രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്. ഡിറ്റർമിൻ ദ പ്രൊഡക്റ്റ് ഷെഡ്യൂൾ ഫോർ മാക്സിമം പ്രോഫിറ്റ് ആൻഡ് കാൽക്കുലേറ്റ് മാക്സിമം ഡെയിലി പ്രോഫിറ്റ്. നമ്മളോട് മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് അവിടെ ഒബ്ജക്റ്റീവ് കിട്ടി, മാക്സിമം പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ മാക്സിമം ഡെയിലി പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു എ, സോറി x1 ഈസ് ഈക്വൽ ടു എ, x2 ഈസ് ഈക്വൽ ടു ബി. അല്ലെ തിരിച്ചു മറിച്ച് എഴുതാം, അല്ലെ എ ഈസ് ഈക്വൽ ടു x1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു x2. അല്ലെ x1 ഈസ് ഈക്വൽ ടു എ, x2 ഈസ് ഈക്വൽ ടു ബി. ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? മാക്സിമം പ്രോഫിറ്റ്. ഒബ്ജക്റ്റീവ് മാക്സിമം പ്രോഫിറ്റ്. സോ മാക്സിമൈസ് പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അത് തന്നെ എടുത്ത് എഴുതാം. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 100x1 പ്ലസ് 120x2. 100x1 പ്ലസ് 120x2 ചെയ്തു. നെക്സ്റ്റ് കൺസ്ട്രെയിൻസ്, സെക്കൻഡ് സ്റ്റെപ്പ്. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്. x1 പ്ലസ് x2 ലെസ് ദാൻ 25. S1ഉം S2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 25 കുറവായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25. കാരണം ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 25 ടൺ ആണ്.
എയും ബിയും കൂടി രണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 25 ടൺ അല്ലേ. അപ്പോൾ x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 25. x1 പ്ലസ് x2 25 കുറവായിരിക്കണം, അല്ലെ ഈക്വൽ 25 അതിൽ കുറവായിരിക്കണം. അടുത്ത എന്താ പറഞ്ഞത്? അടുത്ത നോക്കാം. എയുടെ ലേബർ ഹവേഴ്സ് എത്രയാ? 20. എയുടെ മെഷീൻ ഹവേഴ്സ് എത്രയാ? 10. ബിയുടെ മെഷീൻ ഹവേഴ്സ് എത്രയാ? 20 അല്ലേ. എയുടെ മെഷീൻ ഹവേഴ്സ് 10ഉം ബിയുടെ മെഷീൻ ഹവേഴ്സ് എത്രയും? 20യും. അതുപോലെ തന്നെ മാക്സിമം മെഷീൻ ഹവേഴ്സ് എത്ര? 480. ആദ്യം അത് എഴുതാം. മെഷീൻ ഹവേഴ്സിന്റെ ബേസിൽ 10x1 പ്ലസ് 20x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 480. 10x1ഉം പ്ലസ് 20x2 കൂടി ആഡ് ചെയ്താൽ 480 വരെ ആവാം എന്നാ പറഞ്ഞത്. ടോട്ടൽ മെഷീൻ മാക്സിമം പോസിബിൾ മെഷീൻ ഹവേഴ്സ് 480. സോ 10x1 പ്ലസ് 20x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 480. നെക്സ്റ്റ് കേസ് നോക്കൂ. നമ്മളിപ്പോൾ എഴുതിയ 480 ഏത് കേസാ? മെഷീൻ ഹവേഴ്സ്. ഇനി ലേബർ ഹവേഴ്സ് നോക്കാം. എയുടെ ലേബർ ഹവേഴ്സ് എത്രയായിരുന്നു? 20 ലേബർ ഹവേഴ്സ്. ബി 12 ലേബർ ഹവേഴ്സ്. ടോട്ടൽ ലേബർ ഹവേഴ്സ് മാക്സിമം ലേബർ ഹവേഴ്സ് എത്രയായിരുന്നു? 360. അതിനെ വെച്ചിട്ട് എഴുതാം. സോ 20x1 പ്ലസ് 12x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 360. അപ്പൊ 20x1ഉം 12x2ഉം അവരുടെ ലേബർ ഹവേഴ്സിന്റെ അവരുടെ കപ്പാസിറ്റി എത്രയാ? മാക്സിമം 360 ആണ്. അപ്പൊ ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ഏതാ? x1 പ്ലസ് x2 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 25. എയും ബിയും കൂടി ചേർന്ന 25 ആവാൻ പാടുള്ളൂ ഒരു ദിവസം. ഇനി അടുത്തത് എയുടെ മെഷീൻ ഹവർ 10ഉം ബിയുടെ മെഷീൻ ഹവർ 20യും ഒരു ടണ്ണിന്. അവരുടെ മാക്സിമം മെഷീൻ ഹവർ 480. അതിന്റെ ബേസിൽ നമ്മൾ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി. 10x1 പ്ലസ് 20x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 480. ഇനി അടുത്തത് എന്താണ്? ലേബർ ഹവേഴ്സ് ആണ്. എയുടെ ലേബർ ഹവേഴ്സ് 20യും ബിയുടെ ലേബർ ഹവേഴ്സ് 12ഉം ആണ്. മാക്സിമം ലേബർ ഹവേഴ്സ് 360 ആണ്. സോ അതുകൊണ്ട് അടുത്ത കൺസ്ട്രെയിൻസ് നമ്മൾ ഉണ്ടാക്കി. 20x1 പ്ലസ് 12x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 360. കൂടാൻ പാടില്ല. ഇനി അതാണ് സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് കിട്ടി. സിമ്പിൾ ആണ്. x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 25. 10x1 പ്ലസ് 20x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 480. 20x1 plus 12x2 less than or is equal to 360. So, x1 greater than or is equal to 0, x2 greater than or is equal to 0. ഇതെന്താണ്? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. അത് എഴുതണമെന്നില്ല. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എഴുതുന്നതിന് പകരം താഴെ നിർബന്ധമായിട്ടും നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എല്ലാത്തിലും എഴുതണം. കാരണം നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എഴുതിയില്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇൻകംപ്ലീറ്റ് ആണ്. x1ന്റെ വാല്യൂ 0നേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കണം. x2ന്റെ വാല്യൂ 0നേക്കാളും കൂടുതലോ ഈക്വൽ ആയിരിക്കണം. 0നേക്കാളും കുറവോ നെഗറ്റീവോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് തെറ്റാണെന്ന് അർത്ഥം, സ്റ്റാൻഡേർഡ് ഫോം അല്ല എന്നർത്ഥം. സോ വൺസ് മോർ, a is equal to x1, b is equal to x2, maximize z is equal to 100x1 plus 120x2. പ്രോഫിറ്റ് ആണ്. Subject to or constraints x1 plus x2 less than or is equal to 25, 10x1 plus 20x2 less than or is equal to 480, 20x1 plus 12x2 less than or is equal to 360, x1 greater than or is equal to 0, x2 greater than or is equal to 0. അപ്പോൾ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടി. നമുക്ക് ഫീസിബിൾ ആണോ അല്ലയോ നോക്കാം. ഡിറ്റർമിൻ ദ ഫീസിബിൾ സൊല്യൂഷൻ ബൈ ഗ്രാഫിക് മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഗ്രാഫിക് മെത്തേഡിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഒപ്റ്റിമസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഒബ്ജക്റ്റീവ് ഒപ്റ്റിമസ് സൊല്യൂഷനും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നോക്കണം ഡിറ്റർമിനേഷൻ ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. നമ്മൾ ചെയ്തത് ഫീസിബിൾ ആണോ ഗ്രാഫിക്കൽ മെത്തേഡ് പ്രയോഗിച്ചിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒപ്റ്റിമസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? കൺവേർട്ട് ഓൾ കൺസ്ട്രെയിൻസ് ഇൻടു ഈക്വൽ. ഇനിക്വാളിറ്റീസിനെ ഈക്വൽ ആക്കിയിട്ട് മാറ്റണം അല്ലെ. കൺവേർട്ട് ഓൾ കൺസ്ട്രെയിൻസ് ഇൻടു ഈക്വൽ. അതിന് വേണ്ടിയിട്ട് ചെയ്യാണ്. x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്നെല്ലാം പറയുന്ന സിമ്പൽ മാറ്റിയിട്ട് ഈക്വൽ സിമ്പൽ ഇടും. അത്രയേ ഉള്ളൂ. x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 25. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആയിരുന്നു, മാറി x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 25. ലെറ്റ് x1 ഈസ് ഈക്വൽ ടു 0, ദെൻ x2 ഈസ് ഈക്വൽ ടു 25. ഏതെങ്കിലും ഒരു x1ഉം x2ഉം കൂടി ചേർന്നാണ് 25. അപ്പൊ 25 ഏതെങ്കിലും ഒരു വാല്യൂ 0 ആയിട്ട് എടുത്ത് മറ്റൊരു വാല്യൂവിന് 25 കൊടുത്താലേ നമുക്ക് ഗ്രാഫ് വരക്കാൻ പറ്റുള്ളൂ. സോ
let x1 is equal to 0, then x2 is equal to 25. Then the points are, points എടുക്കുക, x1, x2 ആണ് 0, 25. Clear ആയോ? അടുത്തത് like x2 is equal to 0. x2 നെ എന്താക്കി, നേരത്തെ x1 ആയിരുന്നു 0 എടുത്ത്, ഇപ്പൊ x2 നെ 0 ആയിട്ട് എടുത്തു. x2 is equal to 0, then x1 is equal to 25. x1 എന്തായി? 25 ആയി. The points are 25, 0, x1 25 ഉം s2 0 ഉം. Or plot the point 0, 25. x1 0 ഉം x2 എന്താണ്? 25. അപ്പൊ രണ്ട് രീതിയിൽ എടുത്തു. ഒന്ന് x1 25 ഉം x2 0. അടുത്തത് x2 0 x1 25. നല്ല ഗ്രാഫ് വരച്ചോളൂ. ആൻഡ് അപ്പൊ നമ്മൾ പ്ലോട്ട് ദ പോയിന്റ് 0, 25 ആൻഡ് 25, 0 ആൻഡ് ജോയിൻ ദം വി വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരക്കും. ഇതുപോലെ ഗ്രാഫ് വരക്കുമ്പോൾ എക്സ് ആക്സിസിൽ എപ്പോഴും x1 ഉം y ആക്സിസിൽ എപ്പോഴും x2 ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ താഴത്ത് ഹൊറിസോണ്ടലായി കിടക്കുന്നത് x1 ഉം വേർട്ടിക്കൽ ആയിട്ടുള്ള y എന്ന് പറയുന്നത് x2 ആയിരിക്കണം. അത് നമ്മൾ മാർക്ക് ചെയ്യും. 0, 5, 10, 15, 20, 25. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ 5ന്റെ കോമ്പൗണ്ട്സ് ആണ് ഞാൻ എടുത്തത്. 0, 5, 10, 15, 20, 25. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലൈൻ വരക്കും. ആദ്യം എക്സ് എന്താണ്? എക്സ് 0, y 25. അടുത്ത വൈൻ്റെ കേസിൽ അല്ല x2ന്റെ കേസിൽ x2 0 then x1 25. അപ്പൊ രണ്ടും കൂടി ചേർക്കുമ്പോൾ x2ൽ 25 വരണം, x1ലും 25 വരണം. അപ്പൊ നമുക്ക് ഒന്ന് 0 ആണ്, ഒന്നിന്റെ ബേസ് അല്ല 0 ആണ്, മറ്റത് 25 ആണ്. അപ്പൊ 25 to 25 നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ച് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഇക്വേഷൻ എഴുതണം. x1 plus x2 is equal to 25. അപ്പോൾ ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ സോൾവ് ചെയ്ത്, ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു? x1 plus x2 less than or is equal to 25 ആയിരുന്നു. അത് മാറ്റി x1 plus x2 is equal to 25 ആയി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് x1ന് 0ഉം x2ന് 25ഉം കൊടുത്ത്, അടുത്ത x1ന് 25ഉം x2ന് 0ഉം കൊടുത്ത്, അങ്ങനെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ച് ഗ്രാഫ്സ് വരച്ച് x1 plus x2 is equal to 25. അടുത്തത് രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് ഓരോന്നും എടുത്ത് ചെയ്യണേ. 10x1 plus 20x2 less than or is equal to 480. അത് മാറ്റി എന്താക്കും? ഈക്വൽ ടു ആക്കും. 10x1 plus 20x2 is equal to 480. Put any value to x1, say 0. x1ന് എന്ത് കൊടുക്കും? 0 കൊടുക്കും. We will get x1ന് 0 കൊടുത്ത് അങ്ങനെ വരും 10 into 0 plus 20 into x2 is equal to 480. 10 into 0, 0, 0 plus 20x2 is equal to 480. 20x2 is equal to 480. x2 is equal to 480 divided by 20, 24. The points are x1 0, x2 24. ഇനി അടുത്ത് put any value to x2, say 0. x2ന് എന്ത് കൊടുക്കും? 0 കൊടുക്കും. Then 10 into x1 അല്ലോ 10x1 plus 20 into 0 is equal to 480. 10x1 plus 0 is equal to 480. 10x1 is equal to 480. So x1 is equal to 480 divided by 10, 48. 48 കിട്ടി. സോ എന്ത് വരും? ദ പോയിന്റ്സ് ആർ 48, 0. കാരണം അവിടെ പോയിന്റ് എന്താണ്? x1 48, x2 0. അപ്പോൾ 48, 0 വന്ന്. പ്ലോട്ട് ദീസ് പോയിന്റ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടി. നേരത്തെ x2 24 കിട്ടി, x1 0 കിട്ടി. ഇപ്പോഴും നമ്മൾ ചെയ്തപ്പോൾ x1 48 കിട്ടി, s2 0 എടുത്ത്. അപ്പോൾ പ്ലോട്ട് ദ പോയിന്റ് 0, 24 ആൻഡ് 48, 0. നമുക്ക് വരച്ചൂടെ ലൈന്? ദാ ഗ്രാഫ് നോക്കൂ. ഗ്രാഫിൽ ഇവിടെ കുറച്ച് ലോങ് വരണേ. 5, 10 എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ x1 താഴെ x1 കൊടുക്കുക. എക്സ് ആക്സിസിൽ 5, 10, 15, 25, 20, 25, 30, 35, 40, 45, 50, 55, 60. അപ്പോൾ എത്രയാ മാക്സിമം വാല്യൂ നോക്കൂ. ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ട മാക്സിമം വാല്യൂ 48 അല്ലേ, ഒന്ന് 24. അപ്പോൾ 48 ഏതിലാ വരിക? x1ലാണ് 48. ശ്രദ്ധിക്കണം, കാരണം 48 0 എന്ന് പറഞ്ഞാൽ x1 0, 48 x2 0 ആണ്. അപ്പോൾ 48 ഒരു 50 വരെ എക്സ് ആക്സിസിൽ അല്ലെ x1ൽ വേണം. ഇനി y ആക്സിസിലോ മാക്സിമം വാല്യൂ എത്ര? 24 ആണ്. 25 നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 24 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു സ്പേസ് ഇട്ടിട്ട് ചെയ്യാം. എന്നിട്ട് നോക്കൂ, ഗ്രാഫ് നോക്കൂ. അപ്പോൾ 25 വരെ
മേലെ വരച്ചാൽ മതി. 30 വരെ ടീച്ചർ ഇട്ടിട്ട് കൂടുതൽ ഇട്ടാലും തെറ്റൊന്നുമില്ല. വൈ ആക്സിസിൽ x2 അടയാളപ്പെടുത്തും. അപ്പം നേരത്തെ നമ്മൾ ഫസ്റ്റ് വരച്ച ഡയഗ്രാം അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഫസ്റ്റ് വരച്ച ഡയഗ്രാം എന്തായിരുന്നു? 25 എക്സിലും 25 x1ലും 25 x2ലും ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ സ്ട്രേറ്റ് ലൈൻ വരക്കുക. രണ്ടാമതൊരു ഗ്രാഫ് വരക്കണേ, അല്ല ആദ്യം വരച്ചതിനകത്ത് വരക്കരുത്. അപ്പോൾ രണ്ടാമത് നമ്മൾ ടേബിൾ 2 ആണ് വരക്കുക, ഗ്രാഫ് 2 ആണ്. അപ്പോൾ അതിൻ്റെ 25ഉം 25ഉം കണക്ട് ചെയ്തിട്ട് ഒരു ഡയഗ്രാം വരക്കും, സ്ട്രേറ്റ് ലൈൻ വരക്കും. അതിന് നേരെ x1 + x2 = 25 എന്ന് എഴുതും. ഇനി അടുത്ത ഗ്രാഫ് നമ്മൾ ഇപ്പം പ്ലോട്ട് ചെയ്ത പോയിന്റ് 0, 24, 48, 0. അപ്പോൾ 0, 24 എന്ന് പറയുമ്പോൾ 0, 24 എന്ന് പറഞ്ഞാൽ x1 0ഉം x2 24ഉം. x1 0 എന്ന് പറയുമ്പോൾ x2 24 എന്ന് പറയുമ്പോൾ x2 ഏത് ആക്സിസിലാണ്? വൈ ആക്സിസിലല്ലേ. അപ്പോൾ x2ൻ്റെ അടുത്ത് 24 മാർക്ക് ചെയ്യാം. ഇനി അടുത്ത പ്ലോട്ട് ഏതാ? 48,0. 48,0 എന്ന് പറഞ്ഞാൽ x1 48, x2 0. അപ്പോൾ x1ൽ എന്തോ പ്ലോട്ട് ചെയ്യുക? 48ഉം മാർക്ക് ചെയ്യുക. അപ്പോൾ 15ൻ്റെ ജസ്റ്റ് മുന്നെയാണ് 48. x1ൽ 15ൻ്റെ ജസ്റ്റ് മുന്നേ 48ഉം വൈ ആക്സിസിൽ അല്ലെങ്കിൽ x2ൽ 25ൻ്റെ ജസ്റ്റ് താഴെ 24 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ടീച്ചർ വരച്ച പോലെ സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് ഇക്വേഷൻ എഴുതാം? 10x1 + 20x2 = 480. കിട്ടിയോ? ദെൻ തേർഡ് കൺസ്ട്രെയിൻസ്, മൂന്നാമത്തെ കൺസ്ട്രെയിൻ എന്തായിരുന്നു? 20x1 + 12x2 <= 360. അതിനെ നമ്മൾ ഈക്വലിറ്റി ആക്കി മാറ്റണം. 20x1 + 12x2 = 360. So put the value of x1 says 0. നേരത്തെ കൊടുത്ത പോലെ. Then 20 × 0 + 12x2 = 360. So 0 + 12x2 = 360. x2 = 360 divided by 12. 30. നമ്മൾ അവിടെ കൊടുക്കും 0, 30. അപ്പോൾ x2 30ഉം x1 0. Next put any value to x2 say 0. Then 20x1 + 12 × x2ന് പകരം 0 കൊടുക്കും. 0 = 360. So 20x1 + 0 = 360. 20x1 = 360. x1 = 360 divided by 20 = 18. അപ്പോൾ x1 18ഉം x2 എന്തായി? 0 ആയി. So plot of this point also on the graph 0, 30 and 18, 0. The constraints less than or is equal to, so the feasible solution is below straight line. Feasible solution എന്താണ്? സ്ട്രേറ്റ് ലൈനിന്റെ ബിലോ ആണ്. The feasible region is PQRS. നമുക്ക് അതിൻ്റെ ആ feasible region കാണാം. അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ ലൈൻ വരക്കണം. ആദ്യം മൂന്നാമത്തെ ലൈൻ വരക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ 25 ലൈൻ വരക്കാം. അവിടെ x1 + x2 = 25 എഴുതാം. നേരത്തെ നമ്മൾ വരച്ച സെക്കൻഡ് കൺസ്ട്രെയിൻസ് വരക്കണം. 24 x2ലും 48 x1ലും വരച്ചിട്ട് അവിടെ ഇക്വേഷൻ എഴുതാം. മൂന്നാമത്തെ ഡയഗ്രാമാണ്. 3 ഡയഗ്രാം വരക്കണം. 3 ഗ്രാഫ്. 10x1 + 20x2 = 480. ഇനി നമുക്കിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇപ്പം കണ്ടുപിടിച്ച ഒന്നിൻ്റെ വാല്യൂ അല്ലെ x1 18ഉം x2 30 അല്ലേ. ഇപ്പം x1 18 എടുക്കുക. x1 ആക്സിസിൽ 18 എന്ന് പറഞ്ഞാൽ 20ന് ജസ്റ്റ് മുന്നേ. x2ൽ 30. സോ 30ഉം 18ഉം വെച്ച് ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കുക. അതിൻ്റെ അടുത്ത് എഴുതാം 20x1 + 12x2 360. 20x1 + 12x2 = 360. എന്നിട്ട് ഈ 3 ലൈനിൻ്റെയും ഉള്ളിൽ വരുന്ന പോർഷൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിന് ലൈന് കൊടുക്കണം. ഒന്നാമത്തെ ലൈന് P കണ്ടോ? ടീച്ചർ P കൊടുത്ത 25ന് P കൊടുത്തു. 25 അല്ല, അതിന് ജസ്റ്റ് അവിടെയുള്ള സിമ്പിളിന് P കൊടുത്തു. 24ന് P കൊടുത്തു. അടുത്ത് രണ്ട് കൺസ്ട്രെയിൻസ് തമ്മിലുള്ള യോജിക്കുന്ന സ്ഥലം ഏതൊക്കെ കൺസ്ട്രെയിൻസാ? x1 + x2 = 25ഉം 10x1 + 20x2 = 48ഉം കൺസ്ട്രെയിൻസ് യോജിക്കുന്ന ഒരു സിമ്പിൾ അവിടെ നമ്മൾ Q കൊടുത്തു. ഇനി x1 + x2 = 25ഉം 20x1 + 12x2 = 360ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ R കൊടുത്തു. ഇനി താഴെ x1ൽ 18 ഇന്റർസെക്ട് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് അവിടെ S കൊടുത്തു. അപ്പോൾ PQRS കൊടുത്തു. ഈ PQRS ഓരോന്നും എങ്ങനെയാ കിട്ടാൻ നോക്കാം. സോ P പാസസ് ഓൺലി വൺ സ്ട്രേറ്റ് ലൈൻ. ഉണ്ടോ? Pയിൽ ഒറ്റ സ്ട്രേറ്റ് ലൈനേ ഉള്ളൂ. സോ ദ പോയിന്റ്സ് എന്തൊക്കെയുണ്ട്? 0, 24. പോയിന്റ് Q പാസസ് 2 ലൈൻ. പോയിന്റ് 2ൽ 2 ലൈൻ ഉണ്ട്. ഏതൊക്കെയാ 2 ലൈന്?
x1 plus x2 is equal to 25 ഉണ്ട്. അതുപോലെ തന്നെ 10x1 plus 20x2 is equal to 480 ഉണ്ട്. അപ്പോൾ രണ്ട് ലൈൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ അങ്ങനെ എഴുതാം. x1 plus x2 is equal to 25, 10x1 plus 20x2 is equal to 480. രണ്ട് ഇക്വേഷൻ ആക്കി എഴുതാം. നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ സാധാരണ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ഈക്വൽ ആക്കുമല്ലേ ചെയ്തത്. സോ മൾട്ടിപ്ലൈ 1 ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ വിത്ത് 10. ഇക്വേഷൻ നമ്പർ 1ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ x1 is equal into 10 plus x2 into 10 is equal to 25 into 10. So 10x1 plus 10x2 is equal to 250. ഇക്വേഷൻ നമ്പർ 3 ആയി മാറി. ഡിഡക്ട് 3 from 2. മൂന്നാമത്തെ ഇക്വേഷൻ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യും? അല്ലെ രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ ഡിഡക്ട് ചെയ്യും. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 10x1 plus 20x2 is equal to 480. ഇക്വേഷൻ നമ്പർ 2. 10x1 plus 10x2 is equal to 250. ഇക്വേഷൻ നമ്പർ 3. സോ 10x1ൻ്റെ അകത്തുനിന്ന് 10x1 മൈനസ് ചെയ്യുമ്പോൾ 0 പ്ലസ് 20x2 മൈനസ് 10x2 is equal to 10x2 is equal to 480 minus 250 230. So x2 is equal to 230 divided by 10 is equal to 23. അപ്പം 23 കിട്ടി. ഒരു കൺസ്ട്രെയിൻസ്, ഒരു പി എന്ന് പറയുന്ന ലൈന് നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത എന്താ? അപ്പോൾ സോൾവ് ചെയ്ത് അപ്പോൾ x2ൻ്റെ വാല്യൂ എത്ര കിട്ടി? 23 കിട്ടി. ഇനി x1ൻ്റെ വാല്യൂ കിട്ടണം. 23 കിട്ടിയല്ലോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് x2 ഇൻ ദ ഇക്വേഷൻ നമ്പർ 1. x2ൻ്റെ വാല്യൂ 23 ആണ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x1 plus x2 is equal to 25. അതല്ല ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ x1 plus x2ൻ്റെ വാല്യൂ എത്രയാണ്? 23 is equal to 25. സോ x1 is equal to 25 minus 23 is equal to 2. അപ്പോൾ x2 23യും x1 2ഉം കിട്ടിയല്ലോ. ഇനി അടുത്ത പോയിന്റ് R passes through 2 lines. പോയിന്റ് R എന്ന് പറയുന്നത് ഈ R പാസ് ചെയ്യുന്ന രണ്ട് ലൈനാക്കി. ഏതൊക്കെ? രണ്ട് ഇക്വേഷൻ. x1 plus x2 is equal to 25, 2x1 plus 12x2 is equal to 360. ഈ രണ്ട് ലൈൻ അല്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ രണ്ട് ലൈന് ആണ് R പാസ് ചെയ്യുന്നത്. പോയിന്റ് R passes through 2 lines. ഏതൊക്കെ? x1 plus x2 is equal to 25. ഇക്വേഷൻ നമ്പർ 1. 20x1 plus 12x2 is equal to 360. ഇക്വേഷൻ നമ്പർ 2. ഇതിനെ നമുക്ക് മാച്ച് ആക്കണം, നേരത്തെ ചെയ്ത പോലെ. മൾട്ടിപ്ലൈ ദി ഇക്വേഷൻ നമ്പർ 1 വിത്ത് 20. So 20 into x1 plus 20 into x2 is equal to 250 into 20. 20x1 plus 20x2 is equal to 500. Equation number 3. Subtract 2 equation from 3. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യും. കാരണം അതാണല്ലോ വലുത്, അല്ലെ നെഗറ്റീവ് വരും. 20x1 plus 20x2 is equal to 500. Equation number 3. രണ്ടാമത്തെ ഇക്വേഷൻ അതാ 20x1 plus 12x2 is equal to 360. Equation number 2. 20x1 minus 20x1 0 plus 20x2 minus 12x2 8x2 is equal to 500 minus 360 140. So x2 is equal to 140 divided by 8 is equal to 17.5. x2 കിട്ടി. ഇനി x1 കാണാം, നേരത്തെ ചെയ്ത പോലെ. Substitute the value of x2 in the first equation. x1 plus 17.5 is equal to 25. x1 is equal to 25 minus 17.5 is equal to 7.5. അപ്പോൾ x1 7.5ഉം x2 17.5ഉം കിട്ടും. ഇനി നമുക്ക് ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കണം, എന്നാലേ കഴിയുള്ളൂ. സോ എസ് പാസസ് ഓൺലി വൺ സ്ട്രേറ്റ് ലൈൻ. സോ ദ പോയിന്റ് 18,0. കാരണം എസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ടീച്ചർ കാണിച്ചു തരാം. കാരണം എസ് എന്ന് പറയുന്ന ലൈൻ കണ്ടോ, എസ് ആകെ ഒറ്റ സ്ട്രേറ്റ് ലൈൻ ആണുള്ളൂ, ഈ x1 മാത്രം. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0ഉം 18ഉം ആയിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. അതാണ് അത് ചെയ്യാത്തത്. രണ്ടെണ്ണം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്തിട്ട് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലേ പിയും എസ് ക്യൂ ഒക്കെ. അപ്പൊ അതിന് നമ്മൾ പി ഇല്ല, പിക്ക് ആകെ ഒരൊറ്റ ലൈനേ ഉള്ളൂ, അതുപോലെ എസിന് ഒറ്റ ലൈനേ ഉള്ളൂ. പക്ഷെ രണ്ട് ലൈന് കൂട്ടിമുട്ടുന്നത് ക്യൂവും ആറും ആണ്. അപ്പൊ അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്ത് x1ഉം x2ഉം കണ്ടെത്തി. അപ്പൊ എക്സിന് മാത്രം എസ് പാസസ് ഓൺലി വൺ സ്ട്രേറ്റ് ലൈൻ. സോ ദ പോയിന്റ്സ് 18 0. ഇതുപോലെ നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഫസ്റ്റ് ഐറ്റം പോയിന്റ്സ്, സെക്കൻഡ് x1 x2. നമ്മളെ ഒബ്ജക്റ്റീവ് ആണ് z ഈസ് ഈക്വൽ ടു 100x1 പ്ലസ് 120x2. പോയിന്റ് എന്തൊക്കെയാ? 0 P
അല്ലെങ്കിൽ O 0 P Q R S. അപ്പോൾ x1ൻ്റെ വാല്യൂ എന്തായിരുന്നു 0 ആണ്. x2 എന്തായിരുന്നു 0യിൽ എപ്പോഴും 0 0 ആയിരിക്കും. അപ്പോൾ മാക്സിമൈസിൽ 3ലും 4ലും 0 0 0 വാല്യൂ. ഇനി പിയുടെ വാല്യൂ എത്രയായിരുന്നു 0.24 ആയിരുന്നു അല്ലേ. പി നിങ്ങൾക്ക് ഓർമ്മയില്ലേ പി എന്ന് പറയുന്ന വാല്യൂ എത്രയാ? പി എന്ന് പറയുന്ന ആ ഒരു സ്ട്രേറ്റിൽ 24ൽ തട്ടുമ്പോൾ അവിടെ x1 0 ആയിരുന്നു, x2 24 ആയിരുന്നു. സോ അപ്പോൾ നമ്മൾ സെറ്റ് ഇക്വേഷനിൽ കൊടുക്കും 100 ഇൻറ്റു x1 0 പ്ലസ് 120 ഇൻറ്റു x2 24 ഈസ് ഈക്വൽ ടു 2880. ഇനി ക്യൂയുടെ വാല്യൂ എത്രയായിരുന്നു? ക്യൂയുടെ വാല്യൂ 2 നമ്മൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. x1 2ഉം x2 23 ആയിരുന്നു ക്യൂയുടെ വാല്യൂ. x1 2ഉം x2 23. സോ അപ്ലൈ ചെയ്യും 100 ഇൻറ്റു 2 പ്ലസ് 120 ഇൻറ്റു 23 ഈസ് ഈക്വൽ ടു 2960. ഇനി ആറ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. x1 7.5, x2 17.5. സോ അപ്ലൈ ദ ഇക്വേഷൻ 100 ഇൻറ്റു 7.5 പ്ലസ് 120 ഇൻറ്റു 17.5 ഈസ് ഈക്വൽ ടു 2850. എസിൻ്റെ വാല്യൂ, എസ് എന്ന താഴത്തെ x1ൽ നമ്മൾ അടയാളപ്പെടുത്തിയ സാധനം, എസിൻ്റെ വാല്യൂ x1 18ഉം x2 0 ആയിരുന്നു. സോ 100 ഇൻറ്റു 18 പ്ലസ് 120 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 1800. നമുക്ക് വാല്യൂ കിട്ടി 2880, 2960, 2850, 1800. സോ മാക്സിമം വാല്യൂ ഓഫ് സെറ്റ് 2960 അല്ലേ. ഈ 4 വാല്യൂ നമ്മൾ ആഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2960 ആണ് മാക്സിമം വാല്യൂ എഴുതിയത്. സോ ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ പോയിന്റ് ഏതൊക്കെയാ? x1 2ഉം x2 23. So hence the company should produce 2 tons of product x1 and 23 tons of product x2 to get a maximum profit of 2960. അപ്പോൾ കമ്പനിക്ക് 2960 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 2 ടണ്ണ് x1ഉം 23 ടണ്ണ് x2ഉം കമ്പനി പ്രൊഡ്യൂസ് ചെയ്താലാണ് ഏറ്റവും നല്ല ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുക എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി പറയാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് സൊല്യൂഷൻ ആദ്യം ചെയ്ത് x1 എയും x2 ബിയും കൊടുത്ത് മാക്സിമം പ്രോഫിറ്റ് ആണ് നമ്മളെ കൺസെപ്റ്റ്. നമ്മളോട് മാക്സിമം ഡെയിലി പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ സാധാരണ കേസിൽ മാക്സിമം പ്രോഫിറ്റ് മാത്രമേ പറയാറുള്ളൂ. ഇവിടെ മാക്സിമം ഡെയിലി പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തത്. സോ മാക്സിമം z ഈസ് ഈക്വൽ ടു 100x1 പ്ലസ് 120 x2. Subject to 3 constraints ഉണ്ട്. x1 plus x2 less than or is equal to 25, 10x1 plus 20x2 less than or is equal to 40, 20x1 plus 12x2 less than or is equal to 360. So non-negative constraints x1 greater than or is equal to 0, x2 greater than or is equal to 0. ഇനി നമ്മൾ ഡിറ്റർമിൻ ദ ഫീസിബിൾ സൊല്യൂഷൻ ബൈ ഗ്രാഫിക് മെത്തേഡ് ചെയ്ത്, കാരണം മാക്സിമം ഡെയിലി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ നമ്മൾ ഈക്വലിലേക്ക് മാറ്റണം. കൺവേർട്ട് ഓൾ കൺസ്ട്രെയിൻസ് ഇൻ ടു ഈക്വൽ. സോ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 25. ലെറ്റ് x1 0, x1ന് 0 കൊടുത്ത് x2ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. x2 25. സോ പ്ലോട്ട് ദ പോയിന്റ് 0 25. ദെൻ നേരെ റിവേഴ്സ് ചെയ്യും. ലൈക്ക് വൈസ് x2 0, ദെൻ x1 ഈസ് ഈക്വൽ ടു 25. Plot the point 0, 25 and 25, 0. So join we will get a straight line. അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻ x ആക്സിസിൽ x1ഉം y ആക്സിസിൽ x2ഉം കൊടുത്തിട്ട് 25ഉം 25ഉം കൂടി ജോയിൻ ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിന്റെ മുകളിൽ ഇക്വേഷൻ എഴുതണം. x1 plus x2 is equal to 25. അടുത്ത രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എടുക്കാണ്. 10x1 plus 20x2 is equal to 480 വാല്യൂ. സോ x1 is equal to 0. We get the അപ്പോൾ x1ന് 0 കൊടുത്തപ്പോൾ നമുക്ക് x2 24 കിട്ടി. അപ്പോൾ പോയിന്റ് കിട്ടി x1 0, x2 24. അടുത്തത് x2ന് 0 കൊടുക്കുകയാണ്. x2ന് 0 കൊടുത്തപ്പോൾ നമുക്ക് x1 കിട്ടി എത്ര? 48. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാ? 48,0 എഴുതും. ഇതവിടെ എഴുതാ, ടീച്ചർ എഴുതിയിട്ടുണ്ട്. പോയിന്റ്സ് ആർ 48,0. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യണം 0, 24, 48, 0. അപ്പൊ x1ന്റെ മുകളിൽ എന്ത് എഴുതണം? 48 കാരണം 48 പ്ലോട്ട് ചെയ്യണം. x2ന്റെ മുകളിൽ 24 പ്ലോട്ട് ചെയ്യണം. സ്ട്രേറ്റ് ലൈൻ വരക്കും. അതിന്റെ മുകളിൽ ഇക്വേഷൻ എഴുതും. 10x1 plus 20x2 is equal to 480. ഇനി അടുത്ത തേർഡ് കൺസ്ട്രെയിൻസ് 20x1 plus 12x2 is equal to 360. x1ന് 0 കൊടുക്കും. അപ്പൊ x2 കിട്ടുന്നത് 30. സോ 0, 30. അടുത്തത് x2ന് 0 കൊടുക്കും. അപ്പൊ x1 18 കിട്ടും. സോ 18, 0.
പ്ലോട്ട് ദ പോയിന്റ് ആൾസോ ഓൺ ദ ഗ്രാഫ് 0, 30 ആൻഡ് 18, 0. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ഫീസിബിൾ ആവും. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 3 കൺസ്ട്രെയിൻസ് ആയി. 3 കൺസ്ട്രെയിൻസ് ഫീസിബിൾ ആവുന്ന ആ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തണം. PQRS അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടയാളപ്പെടുത്താൻ PQRS എന്ന് കൊടുത്ത പേര്. അപ്പോൾ നമുക്ക് ഫീസിബിൾ റീജിയൻ മൂന്നാമത്തെ ലൈനും ഇവിടെ വരക്കും. x2 30ഉം x1 18ഉം വെച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കും. അവിടെ എഴുതും 20x1 + 12x2 = 3x2. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 24 ആണ്, ആദ്യത്തെ ചെറിയ പോയിന്റ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കണം, പുറത്തേക്കായിരിക്കില്ല, ഏറ്റവും ചെറുത്. അപ്പോൾ x2ൽ ഏറ്റവും ചെറുത് 24, അവിടെ നമ്മൾ P അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ അടുത്ത 2 ലൈന് ചേരുന്നിടത്ത് Q അടയാളപ്പെടുത്തി. അടുത്ത 2 ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് R അടയാളപ്പെടുത്തി. താഴെ x1ൽ ഏറ്റവും ചെറുത് 18 ആണ് ഫസ്റ്റുള്ള, അതും അടയാളപ്പെടുത്തി. ആ ഒരു പോയിന്റ് ആണ് PQRS. ഇനി ഓരോന്നിനും വാല്യൂ കൊടുക്കാൻ. P പാസ് ഓൺലി 1 സ്ട്രേറ്റ്, കണ്ടോ? P x1 0, x2 24 ആണ് പിയുടെ വാല്യൂ. അപ്പോൾ ഒറ്റ സ്ട്രേറ്റ് ലൈനേ ഉള്ളൂ. അപ്പോൾ 0, 24 എടുക്കാം, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. Q പാസസ് 2 ലൈൻ. Q 2 ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. Q ടച്ച് ചെയ്യുന്നത് 10x1 + 20x2 480ഉം x1 + x2 25. അപ്പോൾ നമ്മൾ ഇക്വേഷൻ x1 + x2 = 25 ഇക്വേഷൻ നമ്പർ 1. 10x1 + 20x2 = 480. അതിനെ സോൾവ് ചെയ്ത് നമുക്ക് x2 കിട്ടി. x2 23 കിട്ടി. 23 x2ന് കിട്ടിയതിന് ശേഷം നമുക്ക് x1 കൂടി കാണണം. അപ്പോൾ x2 23 ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് x1 + x2 = 25 എന്ന ഇക്വേഷനിൽ x2 അപ്ലൈ ചെയ്ത് x1 + 23 = 25. സോ x1 = 25 - 23 2 കിട്ടി. ഇനി ഇതേപോലെ തന്നെ പോയിന്റ് 6 നോക്കണം. 2 ലൈനിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? x1 + x2 = 25 ഇക്വേഷൻ നമ്പർ 1. 20x1 + 12x2 = 360 ഇക്വേഷൻ നമ്പർ 2. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് x2 x1 ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. ഇവിടെ x2 കണ്ടുപിടിക്കും, 17.5 കണ്ടുപിടിക്കും. ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്തപ്പോൾ x2ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 17.5. ഇനി x2 വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത x1 + 17.5 = 25. സോ x1 = 7.5. x2 17.5 6 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. x1 7.5 കിട്ടും. ഇനി അടുത്ത S എന്ന് പറയുന്ന ഒരു താഴെയുള്ള x1ലുള്ള ഒരു ലൈൻ ഉണ്ട്. S passes only 1 straight line. സോ 18 0. അപ്പോൾ അതിൻ്റെ വാല്യൂ 18ഉം x1 18ഉം x2 0 ആണ്. അപ്പം നമുക്ക് ചാർട്ട് വരക്കാം. ഇതുപോലെ പോയിന്റ് 0 PQRS അല്ലെങ്കിൽ OPQRS എന്ന് പറയാം. x1 x2 Z = 100x1 + 120x2. അപ്പോൾ ഫസ്റ്റ് 0 ആണ്. x1ഉം x2 മാക്സിമൈസിങ് പോയിന്റും എല്ലാം 0 വരും. സെക്കൻഡ് P ആണ്. പിയുടെ x1 0ഉം x2 24 ആണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ 2880 വന്നു. ഇനി Q എന്ന് പറയുന്ന അടുത്ത പോയിന്റ് x1 നമ്മൾ കണ്ട് 2, x2 23, അതിന്റെ വാല്യൂ 2960. R എന്ന് പറയുന്ന നെക്സ്റ്റ് പോയിന്റിൽ x1 കാൽക്കുലേറ്റ് ചെയ്ത് 7.5, x2 കാൽക്കുലേറ്റ് ചെയ്ത് 17.5. അപ്പോൾ അതിന്റെ മാക്സിമം വാല്യൂ 2850. ഇനി S എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിൽ x1 18ഉം x2 0ഉം അതിന്റെ വാല്യൂ നമ്മൾ കിട്ടി 1800. അപ്പോൾ ഏറ്റവും മാക്സിമം പോയിന്റ് വാല്യൂ ഏതാണോ അതായിരിക്കും ഏറ്റവും നല്ല കൺസ്ട്രെയിൻസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം വാല്യൂ Z = 2960. ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ പോയിന്റ് x1 2ഉം x2 23ഉം. ഹെൻസ് ദ കമ്പനി ഷുഡ് പ്രൊഡ്യൂസ് 2 tons of product x1 and 23 tons of product x2 to get a maximum profit ₹2960. ഇത്രയാണ് ഇതിനകത്തുള്ളൂ. അതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. സിമ്പിൾ ആണ്. കൺസ്ട്രെയിൻസ് മാത്രം ശരിയായി ചെയ്താൽ മതി, ബാക്കിയൊക്കെ കിട്ടും, ഈക്വൽ ആയിട്ട് വേഗം കിട്ടും. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കണേ. താങ്ക് യു.